ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് ഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് കുക്കിയാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുക്കിയാണ്. കോക്കനട്ട് ഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള ചോക്ലേറ്റ് കുക്കിയാണ്. അപ്പോൾ ഈ കുക്കി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കോക്കനട്ട് ഫ്ലവറും അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പുമാണ് എടുത്തിരിക്കുന്നത് ഹെർഷീസിൻ്റെ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തു. ആ ബൗളിലോട്ട് ഞാൻ കുറച്ച് മെൽറ്റഡ് ബട്ടർ ഇടുകയാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം ഞാൻ അതിലോട്ട് കുറച്ച് പഞ്ചസാര ഇടുകയാണ്. പഞ്ചസാരേൻ്റെ എമൗണ്ട് എല്ലാം താഴെയുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാനിവിടെ പഞ്ചസാര ഒരുമിച്ച് ഒറ്റയടിക്ക് ഇടുന്നില്ല, കുറച്ചായിട്ടാണ് ഇടുന്നത്, 2 ഭാഗമായിട്ടാണ്. ഇനി അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് വാനില എക്സ്ട്രാക്ട് അല്ലെങ്കിൽ വാനിലേൻ്റെ പൗഡറാണ് ഫ്ലേവർ കൊടുക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതായാലും കുഴപ്പമില്ല, ഞാനിവിടെ പൗഡർ ഇടുന്നു എന്ന് മാത്രം. അതിനുശേഷം ഇതിലോട്ട് മുട്ട ഒരെണ്ണം ഞാൻ ഇടുകയാണ്. അതും ഇനി ഒന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഞാനിതിലോട്ട് കോക്കനട്ട് ഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. അത് ഞാൻ കുറേശ്ശെ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിനൊന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിലോട്ട് ബാക്കിയുള്ള പൗഡറും കൂടി ഇട്ടിട്ട് അതിനൊന്ന് നല്ലോണം യോജിപ്പിച്ചെടുക്കാം നമുക്ക്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഞാൻ ഇനി അതിലോട്ട് ബേക്കിംഗ് പൗഡർ ഇടുകയാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അതും ഒന്ന് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് ഞാനിവിടെ ഇടുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സിറപ്പ് എൻ്റെ കയ്യിലെങ്കിൽ അതിട്ട് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി അതിനെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി അതിലോട്ട് ഞാൻ 1 നുള്ളി ഉപ്പിടുകയാണ്. അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആണ് ഇടുന്നത്. കാരണം ഓൾറെഡി എൻ്റെ മിക്സ് ഞാനിവിടെ ചോക്ലേറ്റ് കൊടുത്തിരിക്കുന്നത് കാരണം എനിക്ക് ഇനിയും ഡാർക്ക് ചോക്ലേറ്റ് വേണ്ട, അതുകൊണ്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചോക്ലേറ്റ് ചിപ്സ് ഇടാവുന്നതാണ്. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിൽ ഒരു ട്രേയിലോട്ട് വെക്കാം. അപ്പം ഞാനിവിടെ അത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്, കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ട്രേ എടുത്തു. ആ ട്രേ ഒന്ന് ബട്ടർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവനിലെ ട്രേ ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിനി ആ ട്രേയിലോട്ട് ഈ മിക്സ് ഞാൻ സ്പൂൺ വെച്ചാണ് ഇടുന്നത്. നിങ്ങൾക്ക് കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സ്കൂപ്പർ വെച്ചിട്ടും ഇടാവുന്നതാണ്. ഞാനിവിടെ സാധാരണ സ്പൂൺ വെച്ചിട്ടാണ് ഇടുന്നത്. അതിനുശേഷം ഞാനത് ഓവനിലോട്ട് വെക്കാണ്. ഓവൻ 180 ഡിഗ്രീസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു 10 മിനിറ്റ്സ്. ഇനി അതിലോട്ട് 25 to 30 മിനിറ്റ്സ് ഞാനിതിനെ ബേക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ചൂടാറുമ്പോൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.